ഇത്തവണത്തെ ഒരു സീസൺ 6 എന്ന് പറയുന്നത് ബിഗ് ബോസ് ഒരു കുടുംബം എല്ലാവരും കൂടെ ഒന്നിച്ചിരുന്ന് കുട്ടികളെയൊക്കെ ഇരുത്തി കാണാൻ പറ്റിയ ഒരു ഷോ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. അതിലിപ്പോൾ രണ്ടാമത് അഖിൽമാരാർ അതിന് എക്സ്പ്ലനേഷൻ കൊടുത്തുകൊണ്ട് ഒരു വീഡിയോ ഇറക്കുകയുണ്ടായി. ഞാൻ അതിൽ എല്ലാവരെയും എന്ന് ഉദ്ദേശിച്ചിട്ടില്ല, ചില ആൾക്കാരെ എന്ന് പറഞ്ഞു. ചില ആൾക്കാരാണെങ്കിലും സ്പെസിഫിക് ആയിട്ട് ഒരു പേര് പറയാത്തിടത്തോളം കാലം എല്ലാവരുടെയും മുഖത്തിലേക്ക് ഒരു ചൂണ്ടുവിരൽ നീണ്ടു നിൽക്കും. വേറൊരാളെ വിജയിപ്പിക്കാൻ വേണ്ടിയിട്ട് അവരുടെ ശ്രമങ്ങൾ ഉണ്ടായിരുന്നു, മാരാറിനെതിരെയും ശ്രമങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ മാരാറിനെതിരെ ശ്രമങ്ങൾ ഉണ്ടായിരുന്നിരിക്കാം, ഒബ്വിയസ്ലി ഉണ്ടായിരുന്നിരിക്കാം. തെരഞ്ഞെടുപ്പിൽ വരെ ഇവിടെ ഇത് നടക്കുന്നത്, പിന്നെയല്ലേ ഇപ്പോൾ ബിഗ് ബോസിന്റെ ഒരു ഷോയിൽ അതൊക്കെ സംഭവിക്കാം. അല്ലാതെ ലാലേട്ടനെ തെറി വിളിച്ചോണ്ടോ? ലാലിന് നിങ്ങൾക്കൊരു എന്ത് ഉത്തരവാദിത്വം ലാലേട്ടന്? ചീത്ത മുഴുവൻ കേൾക്കുന്ന ലാലേട്ടനാണ്. സമൂഹത്തിൽ ജീവിക്കുന്നിടത്തോളം നമ്മളൊരു സാമൂഹിക ജീവിയായിരിക്കെ സമൂഹത്തെ മാനിച്ച് നമ്മൾ ജീവിക്കണം. പക്ഷെ സമൂഹത്തെ ബോധ്യപ്പെടുത്തി ജീവിക്കേണ്ട ആവശ്യമില്ല. വെൽക്കം മനീഷ ചേച്ചി, സ്വാഗതം. നമസ്കാരം. സ്വാഗതം. താങ്ക് യു. നമ്മള് കുറെ കാലം മുന്നെയാണ് കണ്ടത്, പിന്നെ ഇപ്പൊ കണ്ടു, ഒരു അവസരം വരുന്നു. അതല്ലെങ്കിലും അങ്ങനെയാണല്ലോ. ഈ ഇപ്പോഴത്തെ ബിഗ് ബോസ് കാണാറുണ്ടോ? ബിഗ് ബോസ് കാണാറുണ്ടോ എന്ന് ചോദിച്ചാൽ കാണാറൊക്കെ ഉണ്ട്. അങ്ങനെ സ്ഥിരമായിട്ടിരുന്ന് കാണാറൊന്നുമില്ല, ഇടയ്ക്ക് കാണാറുണ്ട്. സത്യം പറഞ്ഞാൽ ബിഗ് ബോസിൽ ഞാൻ കയറുന്ന സമയത്ത്, ബിഗ് ബോസിൽ ഒരു കണ്ടസ്റ്റന്റ് ആയിട്ട് കയറുന്ന സമയത്ത്, അതിന് മുന്നേ ഞാൻ ബിഗ് ബോസ് കണ്ടിട്ടുണ്ടായിരുന്നില്ല. അതിനുശേഷം ഇപ്പോഴാണ് ഞാൻ പിന്നെയും ബിഗ് ബോസ് ഇങ്ങനെ കാണുന്നത്. ഇപ്പോ കറന്റ്ലി നടക്കുന്നത് ചർച്ചകളൊക്കെ അഖിൽമാരാറിന്റെ ഒരു വെളിപ്പെടുത്തലാണ് വലിയൊരു ചർച്ചയ്ക്ക് വിഷയമായി. ഇപ്പൊ അഖിൽമാരാർ വെളിപ്പെടുത്തുന്നു, തൊട്ട് പുറകെ ഡോക്ടർ റോബിന്റെ വീഡിയോ വരുന്നു. അതിനോട് സമകാലീനമായി ഇനി ഞാൻ ഷോ കാണില്ല എന്ന് പറഞ്ഞ റിയാസ് സലീമിന്റെ കണ്ടിരുന്നോ സ്റ്റാറ്റസിൽ വരുന്നത്? ഇതൊക്കെ ഞാൻ അഖിലിന്റെ ഒക്കെ കണ്ടിരുന്നു, റോബിന്റെ കണ്ടിരുന്നു, റിയാസിന്റെ എനിക്ക് കാണാൻ പറ്റിയില്ല, ഞാനത് കണ്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ടോക്സിസിറ്റി എന്നുള്ളതാണ് ഈ ഒരു ഷോയിൻ്റെ കണ്ടന്റ്. ഓരോ പ്രോഗ്രാമിനും ഓരോ കണ്ടന്റാണ്. സ്റ്റാർ സിംഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മ്യൂസിക്കാണ് എൻ്റെ കണ്ടന്റ്. കോമഡി സ്റ്റാർസ് എന്ന് പറഞ്ഞാൽ കോമഡിയാണ് എൻ്റെ കണ്ടന്റ്. ബിഗ് ബോസിൻ്റെ കണ്ടന്റ് എന്ന് പറയുന്നത് ടോക്സിസിറ്റിയാണ്. അല്ലാതെ എന്താ, അത് കാണാൻ വേണ്ടിയിട്ടല്ലേ ജനങ്ങൾ ഇരിക്കുന്നത്. പിന്നെ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ സീസൺ 5 ആൾക്കാരാണ് ഞങ്ങളെ മരവാഴകളും നന്മമരങ്ങളുമായിട്ട് ആൾക്കാർ ചിത്രീകരിച്ചു. നമ്മൾ സൗഹൃദത്തെയും പിന്നെ ബന്ധങ്ങളുടെ വാല്യൂവും കൊടുക്കാൻ ശ്രമിച്ചപ്പോൾ നമ്മളെ നന്മമരങ്ങളുമാക്കി മരവാഴകളുമാക്കി. ഇപ്പോൾ അതല്ലാതെ എല്ലാവരും ഫൈറ്റ് ചെയ്ത് തുടങ്ങിയപ്പോൾ അപ്പം നേരെ ഓപ്പോസിറ്റ്. അപ്പം എല്ലാത്തിനും ഈ അമ്മയെ തല്ലിയാൽ രണ്ടുണ്ട് ഭാഷ്യം എന്ന് പറഞ്ഞ പോലെ എന്ത് കൊടുത്താലും അതിന് ഓപ്പോസിറ്റും ഉണ്ടാവും, സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരും ഉണ്ടാവും. പക്ഷേ ഈ പറഞ്ഞതുപോലെ ഇത്തവണത്തെ ഒരു സീസൺ 6 എന്ന് പറയുന്നത് ബിഗ് ബോസ് ഒരു കുടുംബം എല്ലാവരും കൂടെ ഒന്നിച്ചിരുന്ന് കുട്ടികളെയൊക്കെ ഇരുത്തി കാണാൻ പറ്റിയ ഒരു ഷോ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. എന്തുകൊണ്ടായിരിക്കും? അത് ഈ പറഞ്ഞതുപോലെ അതിലുള്ള കണ്ടസ്റ്റൻസിൻ്റെ പെരുമാറ്റം തന്നെയാണ്. ഒരു ഈ പറഞ്ഞതുപോലത്തെ പെരുമാറാൻ അങ്ങോട്ടും ഇങ്ങോട്ടും അവർ സംബോധന ചെയ്യുന്ന പല വാക്കുകളും അവരുടെ ആക്ഷൻസും ഒക്കെ നമുക്കൊരു എന്താണ്, ഇവർ ഇതൊക്കെ വീട്ടിൽ നിന്ന് പഠിച്ചിട്ട് വന്നതാണോ എന്നുള്ളൊരു തോന്നൽ നമുക്ക് സ്വാഭാവികമായിട്ട് നമുക്ക് ഉണ്ടാകും. ഈ ആക്ഷൻ എന്ന് പറയുമ്പം ആണ് ഒരു ആക്ഷൻ കാണിച്ചതിൻ്റെ പേരിലാണ് സിബിൻ എന്നൊരു വൈൽഡ് കാർഡ് എൻട്രിയിൽ വന്ന ഒരു കണ്ടസ്റ്റൻറ്റിനെതിരെ ലാലേട്ടൻ സംസാരിക്കുകയും, അപ്പോൾ അദ്ദേഹം ആക്ഷൻ കാണിച്ച വളരെ മോശമായിട്ടൊരു ആക്ഷനാണ്. അതിനെ തുടർന്ന് ആൾ മാനസികമായി ഡൗൺ ആയി പോവുകയും പിന്നീട് ഇങ്ങോട്ട് അയാൾ പുറത്തിറങ്ങുകയും ചെയ്യുന്നതാണ് നമ്മൾ കണ്ടത്. അപ്പം അയാൾ സ്വന്തമായിട്ട് പുറത്തിറങ്ങിയതല്ല, ബിഗ് ബോസ് പുറത്താക്കിയതാണ് എന്നുള്ള രീതിയിൽ പുള്ളിയുടെ ഭാഗത്തു നിന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് വരുന്നു. അപ്പം അതിനെ തുടർന്നാണ് അഖിൽമാരാറിൻ്റെ ഒരു ലൈവ് വരുന്നത്. ഈ അഖിൽമാരാർ ഈ ലൈവിൽ പറഞ്ഞ 2-3 കാര്യങ്ങളാണ്. ഒന്ന്, വോട്ടിങ്ങിൽ നമുക്ക് കൃത്രിമത്വം കാണിക്കാം, പ്രത്യേകിച്ച് ഫിനാലയിൽ. അതുകൂടാതെ തന്നെ വീക്ക്ലി എവിക്ഷൻ വരുമ്പോൾ അതിൻ്റെ അകത്തും കുറച്ച് രീതിയിൽ നമുക്ക് വേണമെങ്കിൽ കാണിക്കാമെന്ന് ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നു. രണ്ടാമത്തെ കാര്യം പറയുന്നത്, അവിടെ വരുന്ന മത്സരാർത്ഥികളുടെ അടുത്തു നിന്നും പലരുടെ അടുത്തു നിന്നും സാമ്പത്തിക ഇടപാട്, അതായത് നിങ്ങൾക്ക് 60,000 രൂപ പറയും, അതിൽ 20,000 നിങ്ങൾക്ക് എടുത്തിട്ട് 40,000 ഞങ്ങൾക്ക് തരണം എന്ന് പറഞ്ഞ് അങ്ങനെ എഗ്രിമെൻറ്റിൽ ആളുകളെ കേട്ടുന്നുണ്ട്. മൂന്നാമത്തെ കാര്യം പറഞ്ഞത്, സ്ത്രീകൾ അതായത് ഇത് കൺഫേം ആയി എന്നറിയുന്ന സ്ത്രീകളെ വിളിച്ച് ഞങ്ങളുമായിട്ട്, അതായത് സ്ത്രീകളുമായിട്ട് കൂടെ കിടക്കാൻ വിളിച്ചെന്ന രീതിയിലുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ്. ഈ 3 കാര്യങ്ങൾ ഇപ്പോൾ ചേച്ചി ഉൾപ്പെടുന്ന ബിഗ് ബോസിലെ മത്സരാർത്ഥികൾ സ്ത്രീകളെ കംപ്ലീറ്റ് ആയിട്ട് ബാധിക്കുന്ന ഒരു കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. തീർച്ചയായിട്ടും കംപ്ലീറ്റ് ആയിട്ട് ബാധിക്കുന്ന കാര്യം തന്നെയാണ്. അതിലിപ്പോൾ രണ്ടാമത് അഖിൽമാരാർ അതിന് എക്സ്പ്ലനേഷൻ കൊടുത്തുകൊണ്ട് ഒരു വീഡിയോ ഇറക്കുകയുണ്ടായി. ഞാൻ അതിൽ എല്ലാവരെയും എന്ന് ഉദ്ദേശിച്ചിട്ടില്ല, ചില ആൾക്കാരെ എന്ന് പറഞ്ഞു. ചില ആൾക്കാരാണെങ്കിലും സ്പെസിഫിക് ആയിട്ട് ഒരു പേര് പറയാത്തിടത്തോളം കാലം എല്ലാവരുടെയും മുഖത്തിലേക്ക് ഒരു ചൂണ്ടുവിരൽ നീണ്ടു നിൽക്കും. ഞാനാണോ നീയാണോ
അവളാണോ, അല്ലെങ്കിൽ എന്ത് വേണം, സ്പെസിഫിക് ആയിട്ട് ഇന്ന ആള് എന്ന് ധൈര്യമായിട്ട് പേര് പറയും. ഇത് പറയാൻ ധൈര്യമുണ്ടെങ്കിലാണോ പേര് പറയാൻ ധൈര്യമില്ലായ്ക? മനസ്സിലായിട്ടോ? ഇപ്പോൾ ഒരു കാര്യം ഞാൻ പറയാം, അഭിനയ രംഗം എന്ന് പറയുന്നത് നല്ല ആൾക്കാരുണ്ട്, മോശം ആൾക്കാരുണ്ട്. 10 പേരിൽ ഒരാൾ മോശമായാൽ ബാക്കി 9 പേരെയും 10 പേരെയും അത് ബാധിക്കും എന്നുള്ളതാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഇന്നയാളെ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞില്ല, ഞാൻ ചില ആൾക്കാരെ മാത്രം ഉദ്ദേശിച്ച് പറഞ്ഞു എന്ന് പറഞ്ഞാൽ അതൊരു ന്യായമല്ല. ആരാണെന്ന് വെച്ചാൽ അവരെ പറയണം. പിന്നെ എനിക്ക് പേഴ്സണലി അങ്ങനെ ഒരു ഫീല് എനിക്കുണ്ടായിട്ടില്ല. പക്ഷേ ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള നിലയിലും ഒരു മുൻ പ്രവർത്തക എന്നുള്ള നിലയിലും എനിക്ക് കിട്ടേണ്ട ഒരു ബഹുമാനം എനിക്ക് കിട്ടിയിട്ടില്ല എന്ന് എനിക്ക് പറയേണ്ടി വരും. ബിഗ് ബോസിന്റെ ഈ പറയുന്ന സെലക്ഷൻ പ്രൊസീജിയറിൽ എല്ലാവരെയും ഞാൻ പറയുന്നില്ല, അപ്പോഴും ഞാൻ പറയുന്നു, അഖില് പറയുന്നത് പോലെ തന്നെ. അത് ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ റെമ്യൂണറേഷൻ വളരെ കുറവായിരുന്നു. എന്നെക്കാളും വളരെ ജൂനിയർ ആയിട്ടുള്ള, എക്സ്പീരിയൻസ് വളരെ 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 കുറവായിട്ടുള്ള ആൾക്കാർക്ക് പോലും എന്നെക്കാളും 2 ഇരട്ടി എമൗണ്ട്, നമ്മളിതൊക്കെ അറിയുമല്ലോ. എത്രയൊക്കെ ആണെങ്കിലും കയറുന്ന ആ ഒരു സമയത്ത് ചിലപ്പോൾ പരസ്പരം അറിഞ്ഞില്ലെങ്കിൽ കൂടിയും തിരിച്ചിറങ്ങി കഴിയുമ്പോൾ ഇതെല്ലാം നമ്മൾ ഡീറ്റെയിൽസ് നമ്മൾ അറിയാം. അതെന്നെ മാനസികമായിട്ട് ഒരുപാട് വേദനിപ്പിച്ചിട്ടുള്ളൊരു കാര്യമാണ്. കാരണം വെച്ചാൽ നമ്മളെ ഇത്ര കണ്ട് അറിയുന്ന ഒരു ആൾക്കാരായിട്ട് കൂടിയും നമുക്ക് ഇത്ര വാല്യൂ അല്ലേ അവർ തന്നുള്ളൂ എന്നുള്ളൊരിത്. പിന്നെ 36ാമത്തെ എപ്പിസോഡിൽ ഒരു അൺഫെയർ എവിക്ഷൻ തന്നെയായിരുന്നു എൻ്റെ എന്ന് പറയാം. കാരണം എന്ന് വെച്ചാൽ എനിക്ക് 100% ഉറപ്പുണ്ട്, ഞാൻ 100 ദിവസം വിജയിച്ച് കപ്പ് വാങ്ങിക്കുമെന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷെ ഒരു 50 ദിവസമെങ്കിലും നിൽക്കാനുള്ളൊരു കപ്പാസിറ്റി മനീഷ എന്ന് പറഞ്ഞൊരു കണ്ടസ്റ്റൻറ്റിന് അവിടെ ഉണ്ടായിരുന്നു എന്ന് തന്നെ എനിക്ക് പറയേണ്ടി വരും. കാരണം ഞാനവിടെ ഫിസിക്കലി മാത്രമല്ലല്ലോ അവിടുത്തെ ഗെയിം എന്ന് പറയുന്നത്, മെൻ്റലി ഉള്ള ഗെയിമും അവിടെ ഗെയിമാണ്. അവിടെ നമ്മൾ പറയുന്ന വാക്കുകൾ, നമ്മൾ കൊടുക്കുന്ന സന്ദേശങ്ങൾ, നമ്മുടെ പ്രവൃത്തികൾ, നമ്മുടെ അധ്വാനങ്ങൾ, അതൊക്കെ കണക്കിലെടുത്തിട്ടാണ് ഒരു കണ്ടസ്റ്റൻറ്റിന് വോട്ട് കൊടുക്കുന്നത്. എൻ്റെ വീട്ടുകാരടക്കം എനിക്ക് വോട്ട് ചെയ്തിട്ടില്ല. എൻ്റെ കുടുംബക്കാരും എൻ്റെ സുഹൃത്തുക്കളും അടക്കം എനിക്ക് ഇമ്മ്യൂണിറ്റി ഉണ്ട് എന്ന് തെറ്റിദ്ധരിച്ച് അവരെന്ത് ചെയ്തു, ഇപ്പം എൻ്റെ വീട്ടുകാരാണെങ്കിലും അവർക്കും ഇഷ്ടമുള്ള കണ്ടസ്റ്റൻറ്റ് ഞാനല്ലാതെ വേറെ ഉണ്ടാവുമല്ലോ, അവർക്ക് വേണ്ടിയിട്ട് അവർ വോട്ട് സ്പ്ലിറ്റ് ചെയ്ത് കൊടുത്തു. അപ്പോൾ 6ാമത്തെ ദിവസം എന്തായി, ഞാൻ 9ാം സ്ഥാനത്തേക്ക് എത്തി. 8ാം സ്ഥാനത്ത് നിന്ന് ദേവുവിനെ എവിക്റ്റ് ചെയ്താൽ പിന്നെ 9ാം സ്ഥാനത്ത് എന്നെ എവിക്റ്റ് ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. പക്ഷെ അതൊരു ഭയങ്കര അൺഫെയർ ആയിട്ടുള്ളൊരു അവസ്ഥയായിരുന്നു. ബിഗ് ബോസിന് വേണമെങ്കിൽ ഇപ്പം പലതും നടക്കുന്നുണ്ടല്ലോ അവരുടെ ഇഷ്ടപ്രകാരം, എന്നെ ഒന്ന് ഹോൾഡ് ചെയ്യാമായിരുന്നല്ലോ. ഇങ്ങനെ ഒരു തെറ്റിദ്ധാരണ അവിടെ സംഭവിച്ചു, അതുകൊണ്ട് മനുഷ്യനെ ഹോൾഡ് ചെയ്യാന്നുള്ള രീതിയിൽ അവർക്ക് സംസാരിക്കാമായിരുന്നല്ലോ. ഇപ്പൊ പലതും നടക്കുന്നുണ്ട് അവിടെ ഇഷ്ടപ്രകാരം. അപ്പൊ അങ്ങനെ ഒരു കാര്യങ്ങൾ ഇപ്പൊ അഖിൽമാരാര് പറഞ്ഞതിൽ സത്യമുണ്ട് എന്ന് വിശ്വസിക്കുന്നു? അഖിൽമാരാര് പറയുന്നതിൽ എല്ലാം സത്യമുണ്ടെന്ന് ഞാൻ പറയുന്നില്ല. പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ്, മാരാരുടെ കൂടെ കയറിയ ഒരാളെ പേര് പറയുന്നില്ല, അദ്ദേഹം കയറിയ ഒരാളെ വിജയിപ്പിക്കാൻ വേണ്ടിയിട്ട് അവരുടെ ശ്രമങ്ങൾ ഉണ്ടായിരുന്നു, മാരാറിനെതിരെയും ശ്രമങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ മാരാറിനെതിരെ ശ്രമങ്ങൾ ഉണ്ടായിരുന്നിരിക്കാം, ഒബ്വിയസ്ലി ഉണ്ടായിരുന്നിരിക്കാം. പിന്നെ ഈ പറഞ്ഞതുപോലെ അവർക്ക് ഫേവറബിൾ ആയിട്ടുള്ള കണ്ടസ്റ്റൻറ്റും ഉണ്ടായിരിക്കാം. പക്ഷേ ഇത് എനിക്ക് പേഴ്സണലി അറിഞ്ഞുകൂടാത്തിടത്തോളം കാലം ഒരു സബ്ജക്റ്റിനെ കുറിച്ച് ഞാൻ സംസാരിക്കുന്നതിൽ അർത്ഥമില്ല. എനിക്ക് എൻ്റെ അനുഭവത്തിൽ വന്ന എൻ്റെ കാര്യങ്ങളല്ലേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. പിന്നെ ഇപ്പം സിബിൻ്റെ കേസിൽ മാരാര് പറഞ്ഞത് എനിക്ക് അതിനോട് പൂർണ്ണമായിട്ട് യോജിക്കാൻ പറ്റത്തില്ല. കാരണം സിബിൻ എന്ന് പറഞ്ഞ ഒരു കണ്ടസ്റ്റൻറ്റ് അവിടെ എനിക്ക് ഇറങ്ങിപ്പോണമെന്ന് തന്നെ, എനിക്ക് വീട്ടിൽ പോകണം, എനിക്ക് പറ്റുന്നില്ല എന്ന് ഒരുപാട് വട്ടം ക്യാമറയുടെ മുന്നിൽ നിന്ന് പറഞ്ഞു. അതിപ്പം അഖിൽ തന്നെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ ഒരു അങ്ങനത്തെ ഒരു ക്രൂഷ്യൽ സിറ്റുവേഷനിൽ പലവട്ടം നമ്മൾ അങ്ങനെ പറയും എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു വിടുന്നതാണോ അതിൻ്റെ മാന്യത എന്ന് പറയുന്നു. ഒരു തവണ താക്കീത് കൊടുത്ത് സിബിൻ കയറി വന്നതാണ്, പിന്നെയും ഇത് തന്നെ ആവർത്തിച്ച് പറയുന്ന ഒരു കണ്ടസ്റ്റൻറ്റിനോട് എന്ത് പറയാനാണ്? പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ സിബിൻ അവിടെ വളരെ മോശമായിട്ട് ഓരോരുത്തരെയും പേഴ്സണലി ഹറാസ് ചെയ്യുന്ന രീതിയിലൊക്കെ പലതും സംസാരിച്ചിട്ടുണ്ട്. അത് എൻ്റർടൈൻമെൻറ്റിൻ്റെ ഭാഗമായിട്ടാണോ? അത് എൻ്റർടൈൻമെൻ്റ് ആയിട്ട് എനിക്ക് തോന്നില്ല. ഇപ്പം ഞാൻ അവിടെ കളിക്കുന്ന ഒരു കണ്ടസ്റ്റൻ്റാണ്, എൻ്റെ വീട്ടുകാരെ അടക്കം അല്ലെങ്കിൽ എൻ്റെ പൊതുവേ ഉള്ള ഒരു സ്വഭാവം വളരെ മോശമായിട്ട് അവലോകനം ചെയ്യാന്ന് പറയുന്നത് അത് കളിയുടെ ഭാഗമായിട്ട് എനിക്ക് എടുക്കാൻ പറ്റത്തില്ല. പിന്നെ മെഡിസിൻ്റെ കാര്യം, അത്തരം വളരെ സീരിയസ് ആയിട്ടുള്ള എന്താ പറയുക, മെഡിസിൻസ് ഒരാൾക്ക് ആവശ്യമില്ലാത്ത മെഡിസിൻ കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു കേസാണ്. അങ്ങനത്തെ ഒരു കേസിൽ അവർ ചെന്ന് പെടുവോ എന്നെനിക്ക് ഒരു ഡൗട്ട്. സിബിൻ പറഞ്ഞെന്നാണ് പറയുന്നത്, പക്ഷേ സിബിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ വന്നിട്ടില്ലല്ലോ. സിബിൻ അതിനെക്കുറിച്ച് എനിക്ക് ഇങ്ങനെ വന്നു എന്ന് എന്തുകൊണ്ടാണ്, എന്നാൽ സിബിൻ എന്താണ് അങ്ങനെ ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കാത്തത്? ഇപ്പോഴും സിബിൻ സംസാരിച്ചിട്ടില്ല അതിനെക്കുറിച്ച്. സിബിൻ മാരാരോട് പറഞ്ഞു, മാരാരാണ് നമ്മുടെ അടുത്ത് ഇങ്ങനെ ഒരു ഇൻഫർമേഷൻ തരുന്നത്, പക്ഷെ സിബിൻ പറഞ്ഞിട്ടില്ലല്ലോ. ഇനിയിപ്പം സിബിൻ അങ്ങനെ ഒരു വളരെ മോശമായിട്ടുള്ളൊരു അനുഭവം നേരിട്ടിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും തെറ്റ് തന്നെയാണ്. അങ്ങനെ ഒരു സംഗതി, ആവശ്യമില്ലാത്ത ഒരു മെഡിസിൻ അവർ കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഡോക്ടറും അങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നില്ല, എത്തിക്സുള്ള ഒരു ഡോക്ടേഴ്സും. അപ്പം അങ്ങനെയൊക്കെ നമ്മൾ പറയുമ്പോൾ അതിൻ്റെ നിജസ്ഥിതി തീർച്ചയായിട്ടും അറിയേണ്ടതുണ്ട്. അതിൻ്റെ ഒരുപാട് കയ്യിൽ പ്രൂഫ്സ് ഉണ്ട് എന്നാണ് അവർ പറയുന്നത്, അതെല്ലാം തെളിയിക്കട്ടെ.
ഇപ്പോൾ മാലാല പറഞ്ഞതിൻ്റെ അത് 2-3 കാര്യങ്ങളുണ്ട്. ഈ പറഞ്ഞ 3 കാര്യങ്ങളിൽ ചേച്ചിക്ക് പേഴ്സണലി അനുഭവമുള്ള ഈ എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റ്, ഇപ്പോൾ വോട്ടിങ്ങിൻ്റെ ഫസ്റ്റ് നമുക്ക് വോട്ടിംഗ് തന്നെ എടുക്കാം. ഈ വോട്ടിംഗ് കൃത്രിമത്വം കാണിക്കാമെന്ന് ചേച്ചി വിശ്വസിക്കുന്നുണ്ടോ? ഇപ്പം വോട്ടിങ്ങിൽ എല്ലാത്തിലും ലൂപ്പ് ഹോൾസ് ഉണ്ടല്ലോ, എല്ലാത്തിനും ലൂപ്പ് ഹോൾസ് ഉണ്ട്. അതിലിപ്പോൾ വോട്ടിങ്ങിൽ മാത്രമല്ല പറഞ്ഞാൽ തെരഞ്ഞെടുപ്പിൽ വരെ അവിടെ ഇത് നടക്കുന്നത്. പിന്നെയല്ല ഇപ്പോൾ ബിഗ് ബോസിൻ്റെ ഒരു ഷോയിൽ അതൊക്കെ സംഭവിക്കാം, സ്വാഭാവികമാണ്. അത് ചെയ്യുന്ന ആൾക്കാർ ഇനിയെങ്കിലും സൂക്ഷിക്കട്ടെ, അത്രേ ഉള്ളൂ. ഇപ്പം ബിഗ് ബോസിൽ നിന്നും ഇപ്പം 36ാമത്തെ ദിവസം ചേച്ചി പുറത്താവുന്നു. ഈ പറയുന്ന പോലെ എന്തെങ്കിലും സാമ്പത്തികമായ അല്ലാതെയുള്ള അപ്രോച്ചുകൾ എന്തെങ്കിലും ചേച്ചിക്ക് നേരിടേണ്ടി വരിക, എന്തെങ്കിലും മോശമായ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഒരിക്കലില്ല. ഞാൻ ഇല്ലാത്ത കാര്യം ഞാൻ പറയാൻ പാടില്ല. അത് ചിലപ്പോൾ ഒരു പക്ഷേ ഞാൻ വയസ്സത്തി ആയതുകൊണ്ടായിരിക്കും. എല്ലാം ഈ രൂപവും പ്രായമൊക്കെ നോക്കിയിട്ടാണല്ലോ ഓരോരുത്തരെ ചൂസ് ചെയ്യുന്നത്, എനിക്കറിഞ്ഞുകൂടാ. പിന്നെ ഞാനൊരു ടൈപ്പല്ല എന്ന് എനിക്ക് തന്നെ ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം പല ആൾക്കാരും നമ്മളെക്കുറിച്ച് വളരെ മോശമായിട്ട്, ഇപ്പോൾ ഈ ഫീൽഡ് ആയതുകൊണ്ട് ഞാൻ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. നമുക്കിപ്പം വീട് കിട്ടാനാണെങ്കിലും, അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോഴും, അല്ലെങ്കിൽ സുഹൃത്തുക്കളുടെ ഇടയിലൊക്കെ തന്നെയും ഓരോ ടോക്ക് നമ്മൾ ഈ ഫീൽഡിലായതുകൊണ്ട്, അയ്യോ അവൾ മോശക്കാരിയാണ്, അവൾ അങ്ങനെ നടക്കുന്നതാണ്, അവൾ ഇങ്ങനെ നടക്കുന്നതാണ്, ഇങ്ങനെ ഒരുപാട് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം നമ്മുടെ കൂടെ തന്നെയുള്ള ഒരാൾ ഇങ്ങനെ ഒരു സംഗതി അലിഗേഷൻ ഉന്നയിക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരു ചൂണ്ട് വിരൽ നമ്മുടെ മുന്നിലേക്ക് നീളും. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ചെയ്താലും ചെയ്തില്ലെങ്കിലും അവിടെ നമ്മളിങ്ങനെ തേച്ച് വെളുപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. അയ്യോ ഞാൻ അങ്ങനെയാണ്, ഞാൻ ഇങ്ങനെയാണ്. അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ എപ്പോഴും പറയുന്നൊരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, സമൂഹത്തിൽ ജീവിക്കുന്നിടത്തോളം നമ്മളൊരു സാമൂഹിക ജീവിയായിരിക്കെ സമൂഹത്തെ മാനിച്ച് നമ്മൾ ജീവിക്കണം. പക്ഷെ സമൂഹത്തെ ബോധ്യപ്പെടുത്തി ജീവിക്കേണ്ട ആവശ്യമില്ല, അല്ലേ? ഞാൻ നല്ല പുള്ളിയാണ്, നമ്മുടെ കർമ്മമാണ് നമ്മുടെ എല്ലാം. നമ്മൾ ചെയ്യുന്നത് നമുക്ക് എന്താ പറയുക കൃത്യമാണ് എന്ന് നമുക്ക് ബോധ്യമുണ്ടെങ്കിൽ നമ്മൾ ആരെ ഭയക്കണം? പിന്നെ ഒരു കലാകാരി എന്നുള്ള നിലയ്ക്ക് ഒരുപാട് നെഗ്ലക്ഷൻ ഞാൻ അനുഭവിക്കുന്ന ഒരാളാണ്. ഒരു കലാകാരി എന്നുള്ള നിലയ്ക്ക് ഇപ്പോൾ ബിഗ് ബോസ് ഹൗസിൽ പങ്കെടുത്തതിന് മുന്നേ ഒരുപാട് സ്റ്റേജ് ഷോസും അല്ലാത്ത പരിപാടികളൊക്കെ ചെയ്ത് ജീവിച്ച ഞാൻ ഒരു സിംഗിൾ പാരൻ്റാണ്. ഞാൻ എൻ്റെ മക്കളെ രണ്ടുപേരെയും ഒറ്റയ്ക്ക് വളർത്തിയ ഒരാളാണ്. അപ്പോൾ അങ്ങനെ പ്രോഗ്രാം അവതരിപ്പിച്ച് ജീവിച്ച ഞാൻ ബിഗ് ബോസ് ഹൗസിൽ 36ാമത്തെ ദിവസം ഇറങ്ങിയതിന് ശേഷം സത്യം പറഞ്ഞാൽ ഈ നിമിഷം വരെയും എനിക്കൊരു പരിപാടി വരെയ്ക്ക് കിട്ടിയിട്ടില്ല. ഇല്ല, സാധാരണ തിരിച്ചല്ല വരണ്ടേ? അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. മറ്റുള്ളവർ വിചാരിക്കും, ഓ ഇവർ എല്ലാം കൊണ്ടും രക്ഷപ്പെട്ടു, പൈസ കിട്ടി, അത് കിട്ടി, ഇത് കിട്ടി. വെറുതെയാണ് കേട്ടോ. ഒരു പക്ഷേ ബിഗ് ബോസ് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഒരു പ്രശ്നമാവാം. ഓ ഇവരെ വിളിച്ചാൽ ഇത്രയധികം എമൗണ്ട് കൊടുക്കേണ്ടി വരുമെന്ന് തോന്നിയതുകൊണ്ടാണ്. എന്നാൽ പിന്നെ അവരെന്നെ വിളിച്ച് ചോദിക്കട്ടെ എത്ര രൂപയാണ് വേണ്ടതെന്നുള്ളത്. ആൾക്കാരുടെ നിഗമനം അവരങ്ങ് കൺഫേം ആക്കുകയാണ്. അതുകൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ എനിക്കുണ്ട്. നമ്മൾ വെറുതെ തല്ലുകൂടാനും അടി കൂടാനും കുറേ പേരുദോഷം കേൾക്കാനും വേണ്ടി ഒരു പരിപാടിയിൽ പോകുന്നു, കുറച്ച് പൈസ കിട്ടുന്നു. ഈ പറയുന്ന പോലെ വലിയ ജനങ്ങളുടെ വിചാരം ഒരുപാട് കെട്ടുകണക്കിന് പൈസ തന്നു എന്നാണ്. അല്ല, വളരെ കുറഞ്ഞ എമൗണ്ടാണ് എനിക്കും കിട്ടിയിട്ടുള്ളത്. പൈസയൊക്കെ ചേച്ചി ഇറങ്ങുമ്പോൾ തന്നെ ക്രെഡിറ്റ് ആയിരുന്നല്ല? പൈസയൊക്കെ കൃത്യമായിട്ട് കിട്ടിയിട്ടുണ്ട്. അവർ പറഞ്ഞൊരു ടൈമുണ്ട്. ആ ടൈം പീരീഡിൽ അവർ പറഞ്ഞ പൈസയൊക്കെ തന്നിട്ടുണ്ട്. പക്ഷെ കുറേ ഡിഡക്ഷനും കാര്യങ്ങളൊക്കെ അതൊക്കെ അവരുടെ ഒഫീഷ്യൽ മാറ്റർ ആയിരിക്കും. അത് ഞങ്ങൾ നേരിട്ട് സംസാരിക്കേണ്ട കാര്യമാണ്, അത് പബ്ലിക്കലി പറയേണ്ട ഒരു കാര്യമല്ല. പക്ഷെ അവർ നമ്മളോട് പറഞ്ഞ രീതിയിലുള്ള പൈസയും കാര്യങ്ങളും പറഞ്ഞ സമയത്ത് കിട്ടിയിട്ടുണ്ട്. ഈ ചേച്ചിയുടെ സീസണിൽ ഉണ്ടായിരുന്ന ആരെങ്കിലും കോണ്ടാക്ട് ചെയ്യുകയോ? ഇപ്പം ഒരുപാട് ഫീമെയിൽ മത്സരാർത്ഥികളുണ്ടായിരുന്നു. നിങ്ങൾക്കൊരു ഗ്രൂപ്പൊക്കെ ഉണ്ടാവുമല്ലോ സ്വാഭാവികമായിട്ടും. അതിലൊക്കെ എന്തെങ്കിലും ചർച്ചകൾ വരികയോ അങ്ങനെ കൂടെയുള്ള ഏതെങ്കിലും മത്സരാർത്ഥി നിങ്ങൾ തമ്മിൽ കോണ്ടാക്റ്റോ കമ്മ്യൂണിക്കേഷനോ ഈ ഒരു ഇൻസിഡൻറ്റിനെ പറ്റി വന്നത്? കാരണം എല്ലാവരെയും ബാധിക്കുന്ന ഒരു കാര്യമാണ് വന്നിരിക്കുന്നത്. ഒന്നാമത് ഈ സീസണിലുള്ള ഞങ്ങളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ കാര്യങ്ങൾക്കും കോണ്ടാക്ട് ചെയ്യുകയും ചെയ്യുന്ന ആൾക്കാരാണ്. പക്ഷേ അവിടെ പ്രൈവസി എന്ന് പറയുന്ന ഒരു സംഗതി നമ്മൾ കീപ്പ് ചെയ്യുന്നുണ്ട്. എനിക്ക് എൻ്റേതായിട്ടുള്ള ലൈഫുണ്ട്, ഓരോരുത്തർക്കും ഓരോരുത്തരുടേതായിട്ടുള്ള ലൈഫുണ്ട്. അതിൻ്റെ ഇടയിൽ നമ്മൾ ആരും ഇൻ്റർഫിയർ ചെയ്യാറില്ല. ഇപ്പോൾ അടുത്ത് തന്നെ ഞങ്ങൾ അഖിലിൻ്റെ വീട് പാലുകാച്ചലിന് ഞങ്ങളെല്ലാവരും ഒത്തുകൂടിയതായിരുന്നു. ഈ ഒരു സംഗതിയിൽ ആരുടെ അടുത്തും ഒരു ഡിസ്കഷൻ ഇൻറ്റൻഷനലി മറ്റുള്ളവരുടെ കാര്യം എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ഈ ഒരു വീഡിയോ എല്ലാവർക്കും, അതായത് സ്ത്രീ കണ്ടസ്റ്റൻസിന് മാത്രമല്ല എല്ലാവർക്കും ഞാൻ ഫോർവേഡ് ചെയ്തിരുന്നു. കാരണം ഇതൊന്നും അറിയാൻ വേണ്ടിയിട്ട്. എല്ലാവരും കണ്ടിട്ടുണ്ടാവുമായിരിക്കാം, പക്ഷെ എന്നാലും ഞാനതൊന്ന് ഫോർവേഡ് ചെയ്തിരുന്നു. നമ്മളാരും ഇതിനെക്കുറിച്ച് ഒരു ഡിസ്കഷൻ നടത്തിയിട്ടില്ല. കാരണം അതൊരു അനാവശ്യമായിട്ടുള്ളൊരു ടോക്കായിരിക്കും എന്ന് എനിക്ക് തോന്നി. അതിൻ്റെ ഒരു ആവശ്യമില്ല. കാരണം നമ്മളത് ചെയ്യാത്തിടത്തോളം കാലം നമ്മളെന്തിനാണ് വെറുതെ ഒരു ഏണി വലിച്ചേറ്റി നമ്മുടെ തലയിൽ കൊണ്ടുവയ്ക്കുന്നത്? നമ്മളതിൽ ഭാഗവാക്കല്ല. അതാരാണോ അതിൽ ഇൻവോൾവ് ആയത് അത് അഖിൽ തന്നെ അതിന് എക്സ്പ്ലനേഷൻ കൊടുക്കട്ടെ. എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ടത് ഒരു അത്യാവശ്യമാണ്, അത് ഞാൻ പറയും. അഖിലിൻ്റെ കയ്യിൽ തെളിവുണ്ട്, വോയിസ് മെസ്സേജും ട്രാൻസാക്ഷൻ ഹോട്ടലിൻ്റെ CCTV നോക്കിയാൽ അറിയാം, ഡീറ്റെയിൽ ആയിട്ട് അറിയാമെന്നാണ് അദ്ദേഹം പറയുന്നത്. അതെ,
ഏത് ഫീൽഡിലാണ് ഇതൊക്കെ നടക്കാത്തത്? എല്ലാ ഫീൽഡിലും ഇതൊക്കെ നടക്കുന്നുണ്ട്. തീരുമാനിക്കേണ്ടത് സ്ത്രീകളാണ്. ഒരു കാര്യം ഞാൻ പറയാം, സ്ത്രീകൾ തന്നെയാണ് സ്ത്രീകൾക്ക് ഏറ്റവും വലിയ വിനാട്ടോ, പറയാണ്ടിരിക്കാൻ പറ്റില്ല. ഞാൻ ഇതിപ്പോൾ ആരാണ് അഖിലിനോട് പറഞ്ഞത് അതെനിക്ക് മനസ്സിലാവുന്നില്ല. ഈ പോയ പെൺകുട്ടികൾ തന്നെയാണ് പറഞ്ഞത്. അവർ അഖിലിനോട് നേരിട്ടും പറഞ്ഞു, മറ്റുള്ളവരോട് പറയേണ്ട വോയിസ് മെസ്സേജ് ഉൾപ്പെടെ തെളിവ് സഹിതമാണ്. അഖിൽ പറയും, അഖിൽ മാരാണെന്ന് നമുക്കറിയില്ല, അദ്ദേഹം പറയുമ്പോൾ ക്ലാരിറ്റി ഇല്ലാതെ ഒരിക്കലും അദ്ദേഹം പറയില്ല. അല്ല, ഞാൻ പറയുന്നത് അഖിൽ പറഞ്ഞത് കറക്റ്റാണ്. അഖിൽ പറഞ്ഞ പല കാര്യങ്ങളും വളരെ കൃത്യമാണ്. പക്ഷേ അതിനൊരു ക്ലാരിറ്റി, ഒരു സംഗതി അത് അഖിൽ പറഞ്ഞിട്ടുണ്ട്, ഞാൻ അടുത്ത് തന്നെ അത് കൊടുക്കുമെന്ന്. പക്ഷെ അത് കൊടുക്കുന്നത് വരെ നമ്മളെ സംബന്ധിച്ച് അതൊരു വിഷമകരമായ ഒരു കാര്യം തന്നെയാണ്. ആരാണെന്ന് തീർച്ചയായിട്ടും തെളിയേണ്ടത് എന്ന് പറഞ്ഞാൽ നമുക്ക് ടെൻഷൻ എന്നല്ല, ജനങ്ങൾക്കത് ബോധ്യപ്പെടേണ്ട ഒരു ആവശ്യം തീർച്ചയായിട്ടും ഉണ്ട്. ഇപ്പം അഖിൽ പറഞ്ഞ കൃത്യമാണെന്ന് പറഞ്ഞത് കൊണ്ട് ഞാൻ ചോദിക്കുന്നതാണ്, ഇപ്പം അഖിൽ പറഞ്ഞിട്ടുള്ള ഈ ഒരു ലേഡീസ് വിഷയങ്ങളും അല്ലെങ്കിൽ ഈ സാമ്പത്തികം ഇതൊക്കെ എന്നെ നടന്നിട്ടുണ്ടെന്ന് ചേച്ചിക്കും അറിവുള്ള കാര്യം? നടന്നിട്ടുണ്ടാവുമായിരിക്കാം, ഒബ്വിയസ്ലി നടന്നിട്ടുണ്ടാവുമായിരിക്കാം. ഇപ്പം ഈ കാസ്റ്റിംഗ് കൗച്ചിങ് എന്ന് പറഞ്ഞൊരു സംഗതി എല്ലായിടത്തും ഉണ്ട്. പക്ഷെ അതുകൊണ്ട് എല്ലാവരും അങ്ങനെ ആയിക്കോണമെന്നില്ലല്ലോ. പക്ഷേ അങ്ങനെ ഒരു സംഗതി ഉണ്ടായിരിക്കെ അതിലേക്ക് നമ്മുടെ മക്കളെ, പെൺകുട്ടികളെ പറഞ്ഞു വിടാൻ നമ്മൾ എന്തുകൊണ്ടാണ് ധൈര്യം കാണിക്കാത്തത്? അങ്ങനെ ഒരു മോശപ്പേര് അവിടെ ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ ഇവരും അങ്ങനെ ആയേക്കാം, ഈ ഒരു സംശയം കൊണ്ടാണ് നമ്മൾ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ക്ലാരിറ്റി കൊടുക്കണമെന്ന് പറയുന്നത്. അല്ലാതെ അഖിൽമാരാർ പറയുന്നത് തെറ്റാണ്, അല്ലെങ്കിൽ സ്ത്രീകളെ മുഴുവൻ അടച്ചാക്ഷേപിച്ചു എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. അങ്ങനെ ഒരു ആളെ അല്ല അഖിൽ. കൃത്യമായിട്ട് കാര്യങ്ങൾ അറിഞ്ഞ് സംസാരിക്കുന്ന. അത് മാത്രമല്ല, എനിക്ക് അഖിലിനോടുള്ള ഏറ്റവും വലിയ ബഹുമാനം എന്താണെന്ന് വെച്ചാൽ, അഖിലിന് കാര്യങ്ങൾ മുഖത്ത് നോക്കി പറയാനുള്ള ധൈര്യമുണ്ട്. ഇന്ന് അഖിൽ പറഞ്ഞത് കൊണ്ടാണ് ജനങ്ങൾ അറിഞ്ഞത്. അങ്ങനെ പറയാൻ അഖിൽ കാണിച്ച ആ ഒരു എനർജി ഉണ്ടല്ലോ, അത് തീർച്ചയായിട്ടും നമ്മൾ ബഹുമാനിക്കുക തന്നെ വേണം. അഖിൽ തന്നെ പറയുന്നുണ്ടോ, പലർക്കും പറയണമെന്നുണ്ട്, എല്ലാവരും പേടിച്ച ആണ്. അതൊരു വളരെ ഇപ്പം നിങ്ങൾ വന്നപ്പോഴും ഞാൻ എന്താ പറഞ്ഞത്, ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ എന്താണ് പറഞ്ഞത്? എനിക്ക് പേടിയാണ്. അത് ഇപ്പോഴല്ല, പണ്ട് ഞാനെല്ലാം മുഖത്ത് നോക്കി പറഞ്ഞ ഒരാളായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ എൻ്റെ സ്ഥിതി എന്ന് പറയുന്നത്, നമ്മൾ വയസ്സും പ്രായമൊക്കെ ആയി, കാലമൊക്കെ മാറിക്കൊണ്ടിരിക്കുന്നു, കുട്ടികളുടെ കാലമാണ് ഇപ്പോൾ. അപ്പോൾ നമുക്ക് പിന്നെ അത് മാത്രമല്ല, ഈ സോഷ്യൽ മീഡിയകളിൽ വരുന്ന കമൻറ്റുകളും സോഷ്യൽ മീഡിയകളിൽ വരുന്ന ഓരോ പോസ്റ്റുകളൊക്കെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ സത്യാവസ്ഥകൾ തുറന്നു പറയാൻ നമുക്ക് മടി തോന്നുകയാണ്. കാരണം ഒന്നും മനസ്സിലാക്കാതെയാണ് പലരും പല കമൻറ്റും ഇടുന്നത്. ഫിസിക്കലി മെൻ്റലി വല്ലാണ്ട് ബാധിക്കുന്നുണ്ട്. ഒരു ചെറിയ ഉദാഹരണം ഞാൻ പറയാം. സാഗറും ഞാനും അമ്മ മകൻ ബന്ധമാണ്. പക്ഷേ ഞങ്ങളുടെ പോസ്റ്റിൻ്റെ താഴെ കുറേ കമൻസ് ഞാൻ കണ്ടു, സാഗറും നിങ്ങളും തമ്മിൽ അവിഹിത ബന്ധമുണ്ടെന്നറിഞ്ഞല്ലോ, അത് സത്യമാണെന്ന്. എന്തൊരു ഭോഷ്കാണോ പറയുന്നത്! ഒരു ദൈവത്തെ മറന്നുള്ളൊരു സംസാരമല്ലേ അത്, സത്യം പറഞ്ഞു. ഇതൊക്കെ കൊണ്ട് പലപ്പോഴും നമ്മൾ പലതും സത്യാവസ്ഥ തുറന്നു പറയാൻ മടിക്കുകയാണ്, പേടിക്കുകയാണ്. നമ്മൾ ന്യായം കിട്ടേണ്ട സ്ഥാനത്ത് ന്യായം കിട്ടാതെ വരികയാണ്. ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, പക്ഷെ അതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഏറ്റവും എടുത്തു പറഞ്ഞ ഇപ്പം ഞാൻ ഉൾപ്പെടെയുള്ള പ്രേക്ഷകർ, ഇപ്പം നമ്മളേറ്റവും ആരാധിക്കുന്ന ഒരു വ്യക്തിയാണ് ലാലേട്ടൻ അനാവശ്യമായിട്ട് ആൾക്കാരുടെ ഭയങ്കര തെറി കേൾക്കുന്നതെന്നാണ് അഖിൽമാരാർ പറഞ്ഞത്. അത് വളരെ ശരിയാണെന്ന് ഞാൻ ഉൾപ്പെടെയുള്ള ജനലക്ഷങ്ങൾക്ക് തോന്നിയിട്ടുള്ള കാര്യമാണ്. അദ്ദേഹത്തിനെയാണ് ആൾക്കാർ, പക്ഷെ അദ്ദേഹത്തിന്റെ എപ്പിസോഡ് ശരിക്കും സ്ക്രിപ്റ്റഡ് ആണ്. അദ്ദേഹത്തിന് കിട്ടുന്ന കാര്യമാണ് ചെയ്യുന്നത്. അല്ല, നിങ്ങൾ ഒരു കോമൺ സെൻസ് ഉള്ള ഒരു മനുഷ്യൻ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, മോഹൻലാലിനെ പോലുള്ള ഒരാൾ 24 hours ഈ ബിഗ് ബോസ് കണ്ടുകൊണ്ടിരിക്കുകയല്ല. അദ്ദേഹം ആ 2 എപ്പിസോഡ് എടുക്കാൻ വേണ്ടി അവതാരകൻ എന്ന നിലയിൽ കാശ് വാങ്ങിച്ച് ചെയ്യുന്ന ഒരു പ്രവൃത്തി എന്നുള്ള നിലയിൽ അദ്ദേഹം ചെയ്യേണ്ട പ്രവൃത്തി കൃത്യമായിട്ട് ചെയ്യുന്നേ ഉള്ളൂ. അല്ലാതെ ലാലേട്ടനെ തെറി വിളിച്ചോണ്ടോ, ലാലിന് നിങ്ങൾക്കൊരു ഉത്തരവാദിത്വം? ലാലേട്ടന് ചീത്ത മുഴുവൻ കേൾക്കുന്ന ലാലേട്ടനാണ്. അപ്പൊ ഞാൻ പറയുന്നത് എന്താന്ന് വെച്ചാൽ, ഇതാണ് ഈ ജനങ്ങളുടെ ഒരു കുഴപ്പം. എന്താന്ന് വെച്ചാലേ, അവർക്ക് എപ്പോൾ വേണമെങ്കിലും തിരിയാം, ഒന്നും മനസ്സിലാക്കാതെ. എല്ലാവർക്കും അറിയാം അവതരിപ്പിക്കാൻ വേണ്ടി വരുന്ന ഒരാളാണ് ലാലേട്ടൻ. അപ്പോൾ പറയും അവതരിപ്പിക്കാൻ വേണ്ടി വരുമ്പോൾ ഒരു ഉത്തരവാദിത്വ ബോധമില്ലേന്ന്. ആ ഉത്തരവാദിത്വമാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് അദ്ദേഹമായിട്ട് ആരെങ്കിലും പ്രൊട്ടക്റ്റ് ചെയ്യണമെന്നോ അല്ലെങ്കിൽ ആരെങ്കിലും പുറത്താക്കണമെന്നോ അദ്ദേഹം ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഞാൻ കേട്ടിട്ടുള്ളത്, അതായത് എനിക്ക് മനസ്സിലായിട്ടുള്ളത്, ഓരോ എവിക്ഷൻ നടക്കുമ്പോഴും ലാലേട്ടൻ വിഷമിക്കാറുണ്ടെന്നുള്ളതാണ്. ഓരോ ആൾക്കാരുടെ പേര് പറയുമ്പോഴും അവിടെ ഇരുന്ന് വിഷമിക്കാറുണ്ട് ലാലേട്ടൻ എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ആ മനുഷ്യനത് ചെയ്തേ പറ്റുള്ളൂ. എവിക്ഷൻ വരുമ്പോൾ ഇന്നയാളുടെ പേര് പറഞ്ഞേ പറ്റുള്ളൂ. അത് എത്രയോ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, അവിടെയുള്ള കണ്ടസ്റ്റൻറ്റിനേക്കാൾ കൂടുതൽ ഈ ഓരോ എപ്പിസോഡിൽ വരുമ്പോൾ ലാലേട്ടന് എത്ര മെൻ്റൽ സ്ട്രെയിൻ ഉണ്ടാവും. കാരണം ആഗ്രഹിച്ച് പറയുന്നതല്ല പലതും.
ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഈ സിബിനോട് ഈ സിബിനെ ഭയങ്കരമായിട്ട് ചീത്ത പറഞ്ഞു എന്ന് പറയുന്നു. ലാലേട്ടൻ അറിഞ്ഞു ചെയ്തതായിരിക്കില്ല. ലാലേട്ടൻ അവിടെ ആ ഉത്തരവാദിത്വം നിർവഹിക്കേണ്ടി വരികയാണ്. ഏറ്റെടുത്ത ജോലി ഏറ്റെടുത്ത ജോലി ചെയ്യുക എന്നുള്ളതാണ്. അവിടെ ലാലേട്ടൻ പലപ്പോഴും അതിൻ്റെ ഉള്ളിലിരുന്ന് വിഷമിച്ചിട്ടുണ്ടാവും എന്നുള്ളത് പേഴ്സണലി നമുക്കറിയാവുന്ന ഒരാളായതുകൊണ്ട് നമുക്കറിയാം.